കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി എടയൂർ സമഗ്ര കുടിവെള്ള പദ്ധതി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കിഫ്ബി, ജൽജീവൻ മിഷൻ എന്നിവയിൽ നിന്നുള്ള 120.76 കോടി രൂപ ഉപയോഗിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെടുത്താൽ ഈ പദ്ധതി ആരംഭം കുറിക്കുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് 50% കവറേജ് ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളാണ് വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനവും. അതിൻ്റെ കാരണം അവർക്ക് കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് പണ്ടേ നേരിട്ടിരുന്നു. അതുകൊണ്ട് മൈക്രോ സ്കീംസിലൂടെ ചെറിയ കുടിവെള്ള പദ്ധതിയിലൂടെ കുടിവെള്ളം എത്തുന്നതിനുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് അവർ നടപ്പിലാക്കി മുന്നോട്ട് പോയി. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാത്തതുകൊണ്ടാകാം ഏതാണ്ട് 60 വർഷക്കാലം കൊണ്ട് ഈ പദ്ധതി ആരംഭിക്കുന്ന ഘട്ടം എടുത്ത് പരിശോധിച്ചപ്പോൾ കണ്ടത് ഏതാണ്ട് 17 ലക്ഷം ഗ്രാമീണ കുടുംബങ്ങളിൽ മാത്രമാണ് മുനിസിപ്പാലിറ്റി ആയിപ്പെടുകയില്ല. എടയൂർ ഗ്രാമപഞ്ചായത്തിൽ പൂർണ്ണമായി കുടിവെള്ളം എത്തിക്കാനും ഇരുമ്പിളിയ പഞ്ചായത്ത്, വളാഞ്ചേരി നഗരസഭ എന്നിവിടങ്ങളിലേക്കുള്ള നിലവിലെ പദ്ധതി അഭിവൃദ്ധിപ്പെടുത്താനും പദ്ധതി സഹായിക്കും. 10,791 കുടുംബങ്ങൾക്ക് പുതുതായി പദ്ധതി വഴി കണക്ഷൻ ലഭിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം നിലവിലെ കണക്ഷൻ ഉൾപ്പെടെ ആകെ 17,000 വീടുകൾക്ക് പദ്ധതി സഹായകരമായിട്ടുണ്ട്. എടയൂർ ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നടന്ന ഉദ്ഘാടന പരിപാടിയിൽ ആബിയുദ്ദീൻ തങ്ങൾ MLA അധ്യക്ഷനായിരുന്നു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വെളേരി, എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം, എടയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP വേലായുധൻ, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആയിഷ ചിറ്റകത്ത്, എടയൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KK രാജീവ്, വാർഡ് അംഗം KP വിശ്വനാഥൻ, ജല അതോറിറ്റി ഉത്തരമേഖല ചീഫ് എഞ്ചിനീയർ PS പ്രദീപ്, മലപ്പുറം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ S സത്യവിൽസൻ, വിവിധ സംഘടനാ പ്രതികൾ എന്നിവരും സംബന്ധിച്ചു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Gold and Diamonds, Pride of Generations, India, Oman, Bahrain.